LKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം LGS തസ്തിക എന്ന് പറയുന്നത് ധാരാളം നിയമനങ്ങൾ നടക്കുന്ന ഒരു തസ്തികയാണ്. അതുമാത്രമല്ല, ഈ തസ്തികയിലേക്ക് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുകയും അതോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയും ചെയ്യുന്ന ഒരു തസ്തികയാണ് LGS തസ്തിക. അപ്പോൾ ഈ തസ്തികയെ സംബന്ധിച്ച് പുതിയ ഉത്തരവുകൾ വരുന്നത് ഓരോ ഉദ്യോഗാർത്ഥിയും വളരെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉത്തരവാണ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിട്ടുള്ള പത്രമാധ്യമങ്ങളിൽ കൂടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ലെങ്കിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും തസ്തിക വെട്ടിക്കുറച്ചു എന്നുള്ള ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 283 ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളാണ് ഇല്ലാതാവുന്നത് ഇതുവഴി. കാരണം ഈ ഓഫീസ് സംവിധാനം നിലവിൽ വന്നതിന്റെ ഭാഗമായിട്ട് പല ഓഫീസുകളിലും LGS തസ്തികകളിൽ ഉള്ള ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിലുള്ള ജീവനക്കാരുടെ ആവശ്യങ്ങൾ ഇല്ലാതായ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് സംസ്ഥാനത്തെ വിവിധ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമായിട്ട് നിലവിലുണ്ടായിരുന്ന 283 ഓഫീസ് അറ്റൻഡന്റ് തസ്തികകൾ നിർത്തലാക്കി എന്നുള്ള ഒരു വാർത്തയാണ് അറിയാൻ കഴിയുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭരണപരിഷ്കാര നടപടികളുടെ ഭാഗമായാണ് ഈ സുപ്രധാന തീരുമാനങ്ങൾ. 2022 ആരംഭിച്ച ഭരണപരിഷ്കാര നടപടികളുടെ തുടർച്ചയാണ് ഈ ഉത്തരവ്. അന്ന് ആരോഗ്യ അക്കൗണ്ട്സ് വിഭാഗങ്ങളിലായിട്ട് 354 പുതിയ തസ്തികകൾ സൃഷ്ടിക്കുകയും അപ്രധാനമായ 578 തസ്തികകൾ നിർത്തലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഈ തീരുമാനത്തിന്റെ ഭാഗമായി ജീവനക്കാർ വിരമിക്കുകയോ മറ്റൊഴിവുകൾ നിലവിൽ വരികയോ ചെയ്യുന്ന മുറയ്ക്ക് തസ്തികകൾ ഇല്ലാതാകുന്ന രീതിയിലായിരുന്നു ക്രമീകരണങ്ങൾ നടപ്പിലാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 283 ഓഫീസ് അറ്റൻഡന്റ് തസ്തികകൾ ഓരോ തദ്ദേശ സ്ഥാപനത്തിന്റെയും അനുവദിക്കപ്പെട്ട തസ്തികകളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. പുതിയ ഉത്തരവ് പ്രകാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് 34, കൊച്ചിയിൽ നിന്ന് 29, കോഴിക്കോട് നിന്ന് 25 എന്നിങ്ങനെ പ്രധാന നഗരസഭകളിൽ കാര്യമായ കുറവുകളൊക്കെ വരാൻ പോകുന്നു. തൃശൂർ, കൊല്ലം, കണ്ണൂർ കോർപ്പറേഷനുകളിൽ നിരവധി നഗരസഭകളിലും ഈ തസ്തികകളിൽ കുറച്ചിട്ടുണ്ട്. പാലാ നഗരസഭയിലെ 6 തസ്തികകളും തിരൂർ, മഞ്ചേരി എന്നിവിടങ്ങളിൽ 65 തസ്തികകൾ വീതവും കുറയും. അതുപോലെ തന്നെ ചില നഗരസഭകളിൽ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ വർക്കല, കൊണ്ടോട്ടി, കരുനാഗപ്പള്ളി, അതുപോലെ ഏലൂർ, നിലമ്പൂർ തുടങ്ങിയ 8 നഗരസഭകളെ ഈ നടപടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. സംസ്ഥാനത്തെ 84 തദ്ദേശ സ്ഥാപനങ്ങളിലായി ആകെ 835 തസ്തികകൾ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ 283 കുറവ് വരുത്തുന്നത്. ഭരണച്ചെലവ് കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഓരോ തസ്തികകളിലും വരുന്ന നിയമനങ്ങളുടെ എണ്ണം കൂടുതൽ വരുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗാർത്ഥികളും അക്ഷീണം പരിശ്രമിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിനു വേണ്ടിയിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നാൽ അതിനു വേണ്ടിയിട്ട് ഗ്രൂപ്പുകളൊക്കെ രൂപീകരിച്ച് ആ ഗ്രൂപ്പിലുള്ള ഉദ്യോഗാർത്ഥികളുടെ എല്ലാം തന്നെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ കൂടുതൽ നിയമനങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുന്ന അവസരത്തിൽ ഇനിയും തങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ എത്തി, വളരെ കഷ്ടപ്പെട്ട് റാങ്ക് ലിസ്റ്റിൽ എത്തിയതിനു ശേഷം തസ്തികകൾ വെട്ടിക്കുറയ്ക്കുകയാണെങ്കിൽ പിന്നീട് നിയമനത്തെ സംബന്ധിച്ച് വളരെയധികം കഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇനി മുമ്പോട്ടുള്ള സമയങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് ഓരോ ഉദ്യോഗാർത്ഥികളുടെയും മനസ്സിലേക്ക് കടന്നു വരുന്ന വിഷമങ്ങൾ. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ നിലവിലുള്ള തസ്തികകളിലെല്ലാം തന്നെ കൂടുതൽ നിയമനം നടക്കുന്നതിന് വേണ്ടിയിട്ട് LGS തസ്തികകളിലൊക്കെ തന്നെ കൂടുതൽ നിയമനം നടക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ നടപടികളൊക്കെ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, കൂട്ടായ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് നടപടികളൊക്കെ പുരോഗമിക്കുന്ന അവസരത്തിലാണ് ഇങ്ങനെയുള്ള വാർത്തകളും അതുപോലെ തസ്തികകൾ വെട്ടിക്കുറച്ചു എന്നുള്ള വാർത്തകളൊക്കെ പത്രമാധ്യമങ്ങളിൽ കൂടെ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാവും തങ്ങളുടെ ഭാവി അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്ന ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കാതെ വരുമോ എന്നുള്ള വിഷമത്തിലാണ് ഓരോ ഉദ്യോഗാർത്ഥിയും. അപ്പോൾ ഈ പൊതുവെ ഈ ഓഫീസ് സംവിധാനം നിലവിൽ വരുമ്പോൾ ഉദ്യോഗസ്ഥരുടെ ജീവനക്കാരുടെ എണ്ണത്തിൽ
കുറവ് വരുന്നത് സ്വാഭാവികമാണെങ്കിൽ പോലും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ നിയമനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഓരോരുത്തരുടെ അഭിപ്രായം അറിയാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നതിനുള്ള മറ്റ് പുതിയ ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ ഉദ്യോഗാർത്ഥിയും മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് ഓർമ്മ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.